മനസ്സിലായില്ലേ? നമ്മുടെ മന്തിയുടെയൊക്കെ കസിനാണ് കേട്ടോ ബുഹാരി റൈസ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കണേ. ചിക്കൻ 2 പീസായിട്ടൊക്കെ ഇടുന്നത് കേട്ടോ. ഞാൻ ഒരു പീസ് കുഞ്ഞിക്കാല എടുത്തേക്കുന്നത്. ശേഷം ആ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിലിലേക്ക് സവോളയും ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ശേഷം നമ്മുടെ ചുമന്ന മുന്തിരിയില്ലേ, അയ്യോ തക്കാളി പേസ്റ്റ്, ആ തക്കാളി ഒന്ന് അരച്ച് ആ പേസ്റ്റ് ഒന്ന് ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ സോസില്ലേ അതും കൂടെ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ജീരകത്തിൻ്റെ പൊടി നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. ശേഷം നമ്മുടെ ചിക്കൻ കുട്ടന്മാരെല്ലാം അതിലിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിക്കാൻ വെക്കണം. വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഗ്രേവി ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാസ്മതി റൈസിന് ആവശ്യമുള്ള ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് റൈസും കൂടെ ഇട്ടൊന്ന് വേവിക്കാൻ വെക്കണം. ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ക്യാരറ്റും കറുത്ത മുന്തിരിയിട്ട് ഒന്ന് വഴറ്റി എടുത്തേക്കണേ. റൈസ് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനില്ലേ ആ ചിക്കനെയും കൂടെ ഒന്ന് വെച്ച് അതിന് മുകളിലേക്ക് നമ്മുടെ ആ വഴറ്റി വെച്ചില്ലേ ആ ഒരു ഐറ്റംസും കൂടെ ഇട്ട് ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടെടുത്ത് സംഭവം റെഡിയായ എല്ലാ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.